സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, ഈ വീഡിയോയിൽ സൃഷ്ടിജാലങ്ങൾക്കു പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വൻകൃപയാൽ തന്നെ അടിയാത്തിയുടെ വീഡിയോ വീക്ഷിച്ച് ലൈക്ക് ചെയ്തവരെയും സബ്സ്ക്രൈബ് ചെയ്തവരെയും നന്ദിയാൽ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയരെ, ലോകത്തിൽ പല തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും ഭൗതികവാദികളും വിഗ്രഹാരാധികളും ഇങ്ങനെ പല പല മതങ്ങളിലൂടെ വിശ്വസിച്ചുകൊണ്ട് കുറച്ചു കൂട്ടർ ഈ സൃഷ്ടി ജാലങ്ങൾക്കു പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആത്മാവാം ദൈവത്തെ, യഹോവയാം ദൈവത്തെ വിശ്വസിച്ച് അവിടുന്ന് ഭൂമിയിലേക്ക് അയച്ച യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവിടുത്തെ നാമത്തിൽ ക്യാൻസർ, തളർവാദം, മനുഷ്യനാൽ ഡോക്ടർമാരാൽ സുഖപ്പെടുത്താൻ സാധ്യമല്ലാത്ത സർവ രോഗികളെയും സൗഖ്യമാക്കിക്കൊണ്ട് നീങ്ങുന്ന ഒരു കൂട്ടം ജനതയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ യേശുവിൻ നാമത്തിൽ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ട് ഇരിക്കുക തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം സൃഷ്ടാവിന് പിന്നിൽ ഒരു സൃഷ്ടിക്ക് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടോ എന്നതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും ഭൗതികവാദികളോടും ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, തെങ്ങാണോ തേങ്ങയാണോ ആദ്യമുണ്ടായത്? തെങ്ങില്ലാതെ തേങ്ങയില്ല, തേങ്ങ മുളച്ചല്ലാതെ തെങ്ങില്ല. അങ്ങനെയെങ്കിൽ തെങ്ങിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. മാവിനെ സൃഷ്ടിച്ച, ജന്തുജാലങ്ങളെ സൃഷ്ടിച്ച, പക്ഷികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. പ്രിയരെ, അവിടുന്ന് സൃഷ്ടികളിൽ മകുടമായി മനുഷ്യരെ ഇവിധം സൃഷ്ടിച്ചത് ഇവിടെ ഇങ്ങനെ കുറച്ച് നാൾ ജീവിച്ച് മരണം പോകുവാനല്ല. പ്രിയരെ, മരണത്തിലൂടെ ഒരു പുതിയ വാതിൽ തുറന്ന് നാം നിത്യാനന്ദ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു അബദ്ധമല്ലേ, അബദ്ധത്തിലുള്ള വിശ്വാസമല്ലേ എന്ന് പറയുന്നവരോട് അടിയാത്തി ചോദിക്കുകയാണ്. പ്രിയരെ, ആരെങ്കിലും, മനുഷ്യരിൽ ആരെങ്കിലും പ്രിയരെ മരിച്ചവരെ ഉറപ്പിച്ചിട്ടുണ്ടോ? സർവ്വരോഗികളെയും അടുക്കൽ വന്നവരെ സൗഖ്യമാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുനാഥൻ 2000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലംഭാഗയായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ യേശുനാഥനാണ് നമ്മോട് പറഞ്ഞത് ഒരു സ്വർഗമുണ്ടെന്ന്. ഇങ്ങനെ മനുഷ്യരാൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത യേശുനാഥനെ നമുക്ക് ദൈവമാണ് എന്ന്
100% വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ ആ ദൈവം പറഞ്ഞത് സത്യം തന്നെ പ്രിയപ്പെട്ടവരെ. ഭൂമിയിലെ ജീവിതത്തിന് ശേഷം, ക്ഷണികമായ ഈ ജീവിതത്തിന് ശേഷം നമ്മൾ കുമ്പള പോലെയുള്ള ഈ ജീവിതത്തിന് ശേഷം നമ്മൾ അലകടലായ നിത്യതയിലേക്ക്, നിത്യാനന്ദ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. പരന്താതനേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.